കഥ ഭർത്താവ് ഭാഗം 24. സജിത്ത് തന്നെ നോക്കുന്ന ശ്യാം സുന്ദറിന്റെ മുഖത്തേക്ക് അതേ ഭാവത്തോടെ തുറിച്ചു നോക്കി. തങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന അപരിചിതൻ ആരാണെന്ന് അവന് അറിയാമായിരുന്നില്ല. ഏതാടി ഈ നാഴി? ശ്യാം സുന്ദറിന്റെ ചോദ്യം സുനിതയോടായിരുന്നെങ്കിലും ശ്യാം സുന്ദറിന്റെ കണ്ണുകൾ സജിത്തിന്റെ മുഖത്തായിരുന്നു. സജിത്തിന് മനസ്സിലായി അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന്. ശ്യാമേട്ടാ, ഇത് എന്റെ കൂടെ ട്യൂഷൻ സെന്ററിൽ മുമ്പിൽ നിൽക്കുന്ന ശ്രീലേഖ ചേച്ചിയുടെ ഭർത്താവാണെന്ന് സജിത്തിന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് സുനിത അവനെ ശ്യാമേട്ട എന്ന് വിളിച്ചത്. നിന്റെ ട്യൂഷൻ കഴിഞ്ഞതല്ലടി, പിന്നെന്തിനാ ഈ തെണ്ടി നിന്റെ പിന്നാലെ മണത്ത് മണത്ത് നടക്കുന്നത്? വന്ന് വണ്ടിയിൽ കയറ്, ഞാൻ വീട്ടിലേക്കാ, ശ്യാം സുന്ദർ നിർദ്ദേശിച്ചു. ഇപ്പോൾ ബസ്സുണ്ട് ശ്യാമേട്ട, ഞാൻ ബസ്സിൽ വന്നോളാം, അവൾ മടിച്ചു മടിച്ചു പറഞ്ഞു. പറഞ്ഞാൽ അനുസരിച്ചോണോ, വന്ന് വണ്ടിയിൽ കയറടി. ഇത്തവണ അവന്റെ ഭാവം കണ്ട് സുനിത ഭയന്നുപോയി. ശ്യാമേട്ടാ, എനിക്ക് ബുക്ക് സ്റ്റാളിൽ കയറണം, എനിക്കൊരു ബുക്ക് വാങ്ങിക്കാനുണ്ട്, അത് വാങ്ങിച്ചിട്ട് ഞാൻ ബസ്സിൽ വന്നോളാം. അതിനാണോടി നിനക്ക് ഇവൻ അകമ്പടി സേവിക്കുന്നത്? അവന്റെ കയ്യിൽ പിടിച്ചല്ലാതെ നിനക്ക് കോപ്പ് സ്റ്റാളിൽ ചെന്നാൽ ബുക്ക് കിട്ടില്ലേ? ആ പേരും പറഞ്ഞിട്ട് വേണം നിനക്ക് ഇവന്റെ കൂടെ ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങാൻ, അല്ലടി? മര്യാദക്ക് വന്ന് വണ്ടിയിൽ കയറിക്കോ. ബുക്കല്ല, ഇനി നിന്റെ വീട്ടിൽ ആർക്കെങ്കിലും വായ്ഗുളിക വാങ്ങിക്കാനാണെന്ന് പറഞ്ഞാലും നീ അവന്റെ കൂടെ പോകാൻ പോകുന്നില്ല. വന്നോണം എന്റെ കൂടെ. അവൻ പല്ലുകൾ ഞെറുന്നത് ഒച്ച അവൾക്ക് കേൾക്കാമായിരുന്നു. ചുറ്റിനുമൊക്കെ ആൾക്കാർ കൂടി തുടങ്ങുന്നത് കണ്ടതോടെ നാണക്കേടിന്റെ വഴുവയ്പിൽ വീണാലെന്ന പോലെ സുനിത പുളഞ്ഞുപോയി. സുനിതയ്ക്ക് വേറെ ഗത്യന്തരമില്ലായിരുന്നു. അവൾ സജിത്തിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുഖം കുനിച്ച് നടന്നു വന്ന് ശ്യാം സുന്ദറിന്റെ ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു. ഒരു വിജയിയുടെ ഭാവത്തോടെ അയാൾ സജിത്തിനെ നോക്കി. വീണ്ടും സിഗ്നൽ ലൈറ്റ് തെളിഞ്ഞതോടെ ശ്യാം സുന്ദർ സജിത്തിന്റെ മുമ്പിൽ നിന്നും ബൈക്ക് ഇരപ്പിച്ചു വിട്ടു. ബൈക്ക് പാഞ്ഞു പോയപ്പോൾ അതിന്റെ കാറ്റ് വന്ന് സജിത്തിന്റെ നെഞ്ചിൽ തട്ടി ചിതറി. കുറച്ചുനേരം അവിടെ തന്നെ നിന്ന ശേഷം സജിത്ത് തന്റെ ബൈക്ക് ഇരിക്കുന്നിടത്തേക്ക് ചെന്നു. 5 മണിയായപ്പോൾ മുതൽ ശ്രീലേഖ കാത്തു നിൽക്കുകയാണ്. വൈകിട്ട് അമ്പലത്തിലേക്ക് പോകാൻ ശ്യാം നേരത്തെ എത്തിക്കോളാമെന്ന് പറഞ്ഞതിനാൽ അവൾ കുളിയൊക്കെ കഴിഞ്ഞു തയ്യാറായുള്ള നിൽപ്പാണ്. ഇനി ശ്യാം സുന്ദർ തിരിച്ചെത്തി കുളി കഴിഞ്ഞു വന്ന് ചായ കുടിക്കുമ്പോഴേക്കും തനിക്ക് സാരി എടുത്ത് റെഡിയാകാം. സരോജിനിയമ്മ ഇടയ്ക്ക് മുറ്റത്ത് വന്ന് നിന്ന് താഴെ വഴിയിലേക്ക് നോക്കിയ ശേഷം തിരികെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. പെണ്ണ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ മോളെ, അവളെയും കാണുന്നില്ലല്ലോ, നേരം എത്രയും ആയിട്ട്. പോകുന്ന പോക്കിൽ അവൾ ശ്രീലേഖയെ നോക്കി ആത്മകഥം എന്നോണം പറഞ്ഞു. അവർ പറഞ്ഞു വായിൽ നാക്കിട്ട് മുമ്പേ റോഡിൽ നിന്ന് തിരിഞ്ഞ് ഒരു ബൈക്ക് മുറ്റത്തേക്ക് ഇരമ്പി കയറി വരുന്ന ഒച്ച കേൾക്കായി. ശ്യാം വന്നല്ലോ, ഞാൻ ചെന്ന് ചായവെള്ളം വയ്ക്കാം മോളെ. അവനെ അവിടെ ഇരുത്താതെ നേരത്തെ പോയിട്ട് വരാൻ നോക്ക്. നിങ്ങൾ സന്ധ്യക്ക് പോകാനും വരാനും നിൽക്കാതെ സരോജിനിയമ്മ ചെന്ന് ചായ തയ്യാറാക്കാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചു. ശ്രീലേഖ ചെല്ലുമ്പോൾ മുറ്റത്ത് നിർത്തിയ ബൈക്കിൽ നിന്ന് സുനിത നിലത്തേക്ക് കാൽ കുത്തിയിറങ്ങുകയാണ്. ആഹാ, ഇവളെ എവിടുന്ന് കിട്ടി ശ്യാമേട്ടന്? ടൗണിൽ വെച്ച് കണ്ടോ, അതോ കവലയിൽ ബസ് നിർത്തിയപ്പോൾ കണ്ടതാണോ? ശ്രീലേഖ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളോടൊരക്ഷരം മറുപടി പറയാതെ സുനിത മുഖം കുനിച്ച് ബാഗ് ചുമലിൽ നിന്നെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശ്രീലേഖ അമ്പരപ്പായി. ഇവളെന്താ ഇത്, താൻ നിൽക്കുന്നതൊന്ന് തോന്നിക്കുക പോലും ചെയ്യാതെ പോകുന്നത്? അവൾ മനസ്സിൽ ഓർത്തും കൊണ്ട് അനിയത്തി നടന്നുപോയ വഴിയെ സംശയത്തോടെ നോക്കി. അവളെന്താ ശ്യാമേട്ട ഒന്നും മിണ്ടാതെ കയറിപ്പോയത്? ഞാനിവിടെ നിൽക്കുന്നത് പോലും ശ്രദ്ധിച്ചില്ലല്ലോ അവൾ. ശ്രീലേഖ ശ്യാം സുന്ദറിന്റെ മുഖത്തേക്ക് നോക്കി. അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? ചെന്ന് അനിയത്തോട് ചോദിക്ക്. ചിലപ്പോൾ കാമുകന്റെ കൂടെ ഊരു ചുറ്റാൻ പോയപ്പോൾ ഞാൻ തടഞ്ഞു നിർത്തി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോന്നതിന്റെ പ്രതിഷേധമായിരിക്കും അവൾക്ക്. ശ്യാം സുന്ദർ അവളെ നോക്കി ചുണ്ടുകൾ ഒരു വശത്തേക്ക് കൂട്ടി. കാമുകന്റെ കൂടെ? ശ്രീലേഖ നെറ്റി ചുളിഞ്ഞു. പിന്നല്ലാതെ ആരാടി, ഞാൻ അറിയാത്ത ഒരുത്തൻ നിന്റെ അനിയത്തിയുടെ കയ്യും പിടിച്ച് റോഡിലൂടെ നടക്കുന്നത്? അതോ ഇനി നിന്റെ അനിയത്തിക്ക് എന്നെ അറിയിക്കാത്ത വേറെ ആങ്ങളമാരും വല്ലതുണ്ടോ? ശ്യാമേട്ടാ, അവന്റെ ഉച്ഛ്വാസവായുവിൽ മദ്യഗന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി. ശ്യാമേട്ട മദ്യപിച്ചിട്ടാണോ വന്നത്? അവൾ വീണ്ടും മണം പിടിച്ചും കൊണ്ട് ചോദിച്ചു. ഇത് മദ്യമൊന്നുമല്ലടി, ഒരു ബിയർ, അത്രയേ ഉള്ളൂ. നമ്മുടെ കല്യാണത്തിന്റെ പാർട്ടി നടത്തണമെന്ന് എന്റെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അവർക്കൊപ്പം ഒരു കമ്പനി കൊടുക്കണമല്ലോ എന്നോർത്ത് ഞാനൊരു ബോട്ടിൽ ബിയർ വാങ്ങി. അല്ലാതെ നീ കരുതും പോലെ ഞാൻ കണക്കില്ലാതെ മദ്യമൊന്നും വാരി വീഴുന്ന ആളല്ല. അവൻ അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. നിനക്ക് അമ്പലത്തിൽ പോകണ്ടേ? പോയി റെഡിയായിക്കോ.
ഞാനൊന്ന് കുളിച്ചിട്ട് വന്നേക്കാം. ചെല്ലടി, എന്താ നീ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അവൻ അവളുടെ തോളിൽ പിടിച്ച് പതിയെ പിന്നോട്ട് തള്ളിയെങ്കിലും അവൾ നിന്നിടത്തുനിന്ന് അനങ്ങിയില്ല. ഇന്നിനി അമ്പലത്തിലും പോകുന്നില്ല, നാളെ ആകട്ടെ. ബിയറാണെങ്കിലും അത് കഴിച്ചിട്ടല്ലേ ശ്യാമേട്ടൻ വന്നിരിക്കുന്നത്. വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന് കരുതി എനിക്കൊരു ബിയർ അടിക്കാൻ പാടില്ലേ? ശ്യാം സുന്ദർ സിറ്റൗട്ടിലേക്ക് കയറിയിട്ട് ചെരുപ്പ് അവിടെ ഊരി തള്ളിയ ശേഷം തങ്ങളുടെ റൂമിലേക്ക് പോന്നു. ശ്രീലേഖ അടുക്കളയിലേക്ക് കാണാഞ്ഞ് അവളെ നോക്കി പുറത്തേക്ക് വന്ന സരോജിനി അമ്മയും ആ രംഗത്തിന്റെ ഭൂരിഭാഗവും കണ്ടിരുന്നു. ശ്യാം റൂമിലേക്ക് പോയതും അവർ ഓടിയിറങ്ങി ശ്രീലേഖയുടെ അടുത്തേക്ക് വന്നു. എന്താ മോളെ ശ്യാം പറഞ്ഞിട്ട് പോയത്? അവൻ ബിയർ കുടിച്ചിട്ടാ വന്നതെന്നാണോ നിന്നോട് പറഞ്ഞത്? നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണം മോളെ. എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാ. സരോജിനി അമ്മ അവളുടെ കയ്യിൽ പിടിച്ചു. ശ്രീലേഖ മുഖമുയർത്തി അമ്മയെ ഒരൊറ്റ നോട്ടം നോക്കി. അവളുടെ കണ്ണിൽ നിന്നും പാഞ്ഞു വന്ന വജ്രശരങ്ങളെ നേരിടാനാകാതെ സരോജിനി അമ്മ മകളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റിക്കളഞ്ഞു. ശ്രീലേഖ തന്നെ പിടിച്ചിരുന്ന അമ്മയുടെ കൈ പിടിച്ചു മാറ്റിയ ശേഷം നേരെ സുനിതയുടെ റൂമിലേക്ക് ചെന്നു. അവിടെ ശ്രീകുട്ടൻ കസേരയിലിരുന്ന് ടേബിളിന് മീതെ വെച്ച് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുനിതയാകട്ടെ വന്ന പോലെ തന്നെ വേഷം കൂടി മാറാതെ കട്ടിലിൽ തനിക്കിരുവശവും കൈകൾ കുത്തിയിരിപ്പുണ്ട്. അവളുടെ മുഖം വലിഞ്ഞു മുറുകി നിൽക്കുന്നത് കണ്ടപ്പോഴേ ശ്യാമേട്ടൻ പറഞ്ഞതിനപ്പുറം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ശ്രീലേഖയ്ക്ക് തോന്നി. അവൾ കട്ടിലിൽ വെച്ചിരുന്ന സ്കൂൾ ബാഗ് എടുത്ത് ശ്രീലേഖ മേശപ്പുറത്തേക്ക് വെച്ചു. പിന്നെ വന്ന് സുനിതയുടെ തോളിൽ കൈവച്ചിട്ട് എണീറ്റ് വേഷം മാറി വന്ന് ചായ കുടിക്കാൻ പറഞ്ഞു. സുനിത മുഖമുയർത്തി ചേച്ചിയെ നോക്കി. ശ്രീലേഖ നോക്കി നിൽക്കെ സുനിതയുടെ കണ്ണിൽ ജലനിരപ്പ് പെരുകി വന്നുകൊണ്ടിരുന്നു. ശ്രീലേഖ തൊടും മുമ്പേ അവളുടെ ഇരു കവിളുകളുടെയും നീർത്തുള്ളികൾ ഇരുന്ന് വീണുകൊണ്ടിരുന്നു. കരയില മോളെ, കണ്ണീർ തുടച്ചു കൊടുത്ത ശേഷം ശ്രീലേഖ അവളുടെ മുഖം തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതോടെ ആ കൊച്ചു പെൺകുട്ടി നിയന്ത്രണം വിട്ട് ഏങ്ങലടിച്ചു പോയി. അവിടെ ഇരുന്നും കൊണ്ട് തന്നെ അവൾ ഇരു കൈകളും കൊണ്ട് ശ്രീലേഖയെ തന്നോട് വരിഞ്ഞു പിടിച്ചു. കരയാതെ മോളെ, നീ കരഞ്ഞാൽ ചേച്ചിക്ക് സങ്കടമാകുമേ. ശ്രീലേഖ പതിയെ അവളുടെ ശിരസിലും പിൻകഴുത്തിലും തഴുകി ആശ്വസിപ്പിച്ചപ്പോൾ അവളുടെ വ്യത ഒട്ടൊടുങ്ങി വന്നു. ശ്രീകുട്ടൻ ഹോംവർക്ക് നിർത്തി തിരിഞ്ഞ് പിന്നിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കിയിരിക്കുകയായിരുന്നു. ഇനി എന്താണ് സംഭവിച്ചതെന്ന് അവൾ തന്നോട് പറയുമെന്ന് ശ്രീലേഖയ്ക്ക് അറിയാമായിരുന്നു. ശ്യാം സുന്ദറിന് കൊടുക്കാനുള്ള ചായ ഒഴിച്ചു വെച്ച് ഏറെ നേരമായിട്ടും ശ്രീലേഖയെ കാണാഞ്ഞ് ആ ചായ എടുത്ത് അവളെ ഏൽപ്പിക്കാൻ റൂമിലേക്ക് ചെന്നതാണ് സരോജിനി അമ്മ. ശ്യാം സുന്ദർ വേഷം മാറിയ ശേഷം ഒരു കസേരയിൽ ഇരിക്കുകയാണ്. മുറിയിലാകട്ടെ ശ്രീലേഖയെ കാണാനുമില്ല. അവർ അവിടെ നിന്ന് പിന്മാറും മുമ്പേ ശ്യാം സുന്ദർ തിരിഞ്ഞു നോക്കി. ചായ കുടിക്കുമോനെ, ചായ ഒഴിച്ചു വെച്ചിട്ട് ഞാൻ അവളെ നോക്കി നിന്നതാ. എവിടെ പോയോ ആ പെണ്ണ്? സരോജിനി അമ്മ ചായക്കപ്പ് കൊണ്ടുചെന്ന് ശ്യാം സുന്ദറിന് മുമ്പിൽ മേശപ്പുറത്തേക്ക് വെച്ചു. ഏതു നേരവും ചായ കുടിക്കുന്ന സ്വഭാവം എനിക്കില്ല. കൊണ്ടുപോയി നിങ്ങളുടെ ഇളയ മോൾക്ക് കൊടുക്ക്. അവള് സ്കൂളിൽ പോയി പ്രേമിച്ച് കുഴഞ്ഞ് വന്നേക്കുന്നതല്ലേ, നല്ല ക്ഷീണം കാണും. സരോജിനി അമ്മ ഒരു നടുക്കത്തോടെ തന്നെ നോക്കുന്നത് അവൻ കണ്ടു. അങ്ങനെ ഞെട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. പിന്നെന്തിനാ ഈ അഭ്യാസ പ്രകടനം? മക്കള് രാവിലെ ഒരുങ്ങി കെട്ടിയിറങ്ങി പോകുന്നത് സ്കൂളിലേക്ക് തന്നെയാണെന്ന്, അതോ വലിയ വല്ലവന്റെ കൈപിടിച്ച് ഞെരിക്കാനാണെന്നൊക്കെ വല്ലപ്പോഴും ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ഞാൻ കണ്ടത് കൊണ്ട് നിങ്ങളുടെ മോടെ കള്ളത്തരം പൊളിഞ്ഞു. അല്ലായിരുന്നെങ്കിലോ? ഒരു കാര്യം കൂടെ മനസ്സിലാക്കുന്ന ഭാഷയിൽ അമ്മ മോൾക്ക് പറഞ്ഞു കൊടുത്തേക്കണം. ഇനി ഒരു തവണ കൂടി അവന്റെ കൂടെ ഞാൻ അവളെ കാണാനിടയാകരുത്, കേട്ടല്ലോ? പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, പോയിക്കോണം. അല്ലാതെ കണ്ടവന്മാരുടെ കൂടെ ഊരി ചുറ്റുകയല്ല വേണ്ടത്. അവൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇവിടെ തലയുയർത്തി നടക്കണം. അവൻ പറഞ്ഞു നിർത്തിയിട്ട് എണീറ്റ് ടവലെടുത്തും കൊണ്ട് കുളിക്കാനായി പോയി. സരോജിനി അമ്മയ്ക്ക് ഏതാണ്ടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അവർ നേരെ ചെന്നത് സുനിതയുടെ റൂമിലേക്കാണ്. അവിടെ ശ്രീലേഖയുടെ തോളിൽ ശിരസ് ചായ്ച്ചിരിക്കുന്ന സുനിതയെ കണ്ടപ്പോഴേ അവർക്ക് കലിയിളകി. ഇവൾ ഈ ഇരിക്കുന്ന ഒറ്റ ഇരുത്തി കാരണമാണ് മരുമകന് തന്റെ മുഖത്ത് നോക്കി അത്ര കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ടി വന്നത്. നിന്നെ എവിടെ വെച്ചാടി സുനിതയെ ശ്യാം കണ്ടത്? അവർ മുഖവരിയൊന്നും കൂടാതെ സുനിതയോട് ചോദിച്ചു. ശ്രീലേഖ അത് കേട്ട് അവരെ ഒന്ന് നോക്കിയെങ്കിലും സുനിത അനങ്ങിയതേയില്ല. തോന്നിവാസം നടന്നിട്ട് വന്ന് ഒന്നും അറിയാത്ത വണ്ണം ഇരുന്ന് മോങ്ങുന്നു കണ്ടില്ലേ? നീയൊക്കെ എന്തുവാടി കരുതിയേക്കുന്നത്? വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാനൊന്നും പറഞ്ഞിറങ്ങി ടൗണിൽ കണ്ടവന്റെ കൈയും പിടിച്ചു നടന്നാൽ മറ്റാരും അത് കാണില്ലെന്നാണ്. അങ്ങനെ ഒരു ചിന്ത നിനക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പണ്ടായി പോയി. ഇനി അത് നടക്കത്തില്ല മക്കളെ.
ഇനി ഈ വീട്ടിൽ ഒരാണുണ്ട്. നിനക്കൊക്കെ ചോദിക്കാനും പറയാനും അവകാശപ്പെട്ട ആൾ. നിന്റെയൊക്കെ ഓരോ പ്രവൃത്തി മൂലം അവനെങ്ങാനും വല്ല നാണക്കേടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിച്ച് എല്ലാത്തിനെയും കരണം പൊളിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. പറഞ്ഞു വന്നപ്പോൾ സരോജിനി അമ്മയ്ക്ക് ദേഷ്യം വന്നു. ദയവ് ചെയ്ത് അമ്മ ഒന്ന് നിർത്താവോ? ശ്രീലേഖ അവരെ നോക്കി കൈകൾ കൂപ്പി. അമ്മ നിർത്തി മക്കളെ. ഇനി അമ്മ നിർത്തിയെടുത്ത് നിന്ന് നിങ്ങളുടെയൊക്കെ സംരക്ഷിക്കാൻ തുടങ്ങുക. അത് മക്കള് അമ്മയെ കുളിപ്പിച്ചു കിടത്തിയിട്ട് പോലെ അത്ര എളുപ്പമായിരിക്കില്ല. എന്റെ മക്കളുമാര് അതൊന്ന് ഓർത്താൽ നന്നായിരിക്കും. അമ്മ എന്ത് വേണം ചെയ്തോ. അവകാശം കൈമാറുവോ അധികാരമാറ്റം നടത്തുവോ എന്ത് വേണം അയക്കോ. പക്ഷേ ഇപ്പോൾ അമ്മ ഇവിടെ വന്ന് നിന്ന് ഇവളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്തറിഞ്ഞിട്ടാ? ശ്യാമേട്ടൻ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് സത്യം അറിയാതെ അമ്മ വന്ന് നിന്ന് അമ്മയുടെ മക്കളെ കുറ്റപ്പെടുത്തി സംസാരിക്കല്ലേ അമ്മേ. കുറ്റപ്പെടുത്തിയവരുടെ കുറ്റം അവന്റെ മുമ്പിൽ കൂടി ഇവൾ ഏതോ ഒരുപ്പെട്ടവന്റെ കയ്യും പിടിച്ചു നടന്ന് നിനക്ക് അപ്പോൾ നല്ലതാണോ? ആണോടി ഇലേക്ക്? ആരും ആരുടെയും കൈ പിടിച്ചു നടന്നില്ല. അമ്മ കണ്ടില്ലല്ലോ. അതാ കണ്ടായിരുന്നോ? ഞാൻ കാണാതിരുന്നത് ഇവിടെ ഭാഗ്യമെന്ന് കൂട്ടിക്കോ. ഞാൻ കണ്ടിരുന്നെങ്കിൽ അവിടെ വെച്ച് ഇവളെ കരണം തീർത്തു കൊടുത്തേനെ. എന്നാൽ കൊടുക്ക്, ഇതാ ഇരിക്കുന്നു അവൾ. അമ്മയുടെ മരുമകന് പറയുന്നത് മാത്രമാണ് അമ്മയ്ക്ക് വേദവാക്യമെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല. ഇവിടെ വെച്ച് തന്നെ അമ്മ കൊടുത്തോ അവളുടെ കരണത്ത്. കാര്യമറിയാതെ ഈ പാവത്തിനെ ഇങ്ങനെയിട്ട് കുറ്റപ്പെടുത്തുന്നതിലും എത്രയോ ഭേദം അമ്മയത്. ശ്രീലേഖ തന്റെ തോളിൽ ചാഞ്ഞിരുന്ന അനിയത്തിയുടെ മുഖം പിടിച്ച് അമ്മയ്ക്ക് അഭിമുഖമായി നിർത്തി. എന്താ തല്ലണ്ട അമ്മയ്ക്ക്? ഇങ്ങനെ വന്ന് വെറുതെ അവളെ കുറ്റപ്പെടുത്തിയതിന് പകരം അമ്മയ്ക്ക് അവളോട് നേരിട്ട് ചോദിക്കാമായിരുന്നല്ലോ എന്താ നടന്നതെന്ന്. അതിനുള്ള അവകാശം അമ്മയ്ക്കില്ലേ? അതോ ശ്യാമേട്ടന്റെ വാക്കുകൾ മാത്രമോ അമ്മ ഇനി കേൾക്കുകയുള്ളൂ? ഇവൾ അമ്മയുടെ മകളല്ലേ അമ്മേ? ശ്രീലേഖ പറഞ്ഞു നിർത്തിയതും വാതിൽക്കൽ നിന്നും ഒരു കയ്യടി ശബ്ദം കേട്ടു. അവരെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കയ്യിൽ ടവൽ പിടിച്ചു മൂടി തോർത്തിക്കൊണ്ട് ശ്യാംസുന്ദർ അവിടേക്ക് വരികയാണ്. ശ്യാംസുന്ദർ ഒരു കൊല്ലുന്ന ചിരിയോടെ അവൾക്ക് മുമ്പിൽ വന്നു നിന്നു. കൊള്ളാമടി, നല്ല ഒന്നാന്തരം ഡയലോഗ്. ഇതൊക്കെ പറയാൻ നിന്നെ ആരിലേക്ക് പഠിപ്പിച്ചത്? ആരായാലും അവരെ സമ്മതിച്ചു തന്നേക്കുന്നു. സ്വന്തം അനിയത്തി അന്യപുരുഷന്റെ ഒപ്പം ഞാൻ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കണ്ടവനെ നീ ഒന്നാന്തരം അപരാധിയാക്കി. എന്നിട്ട് അനിയത്തിക്ക് സപ്പോർട്ടുമായി കുട പിടിച്ചു കൊടുക്കുന്നു. നീ അതിന് കൂട്ടുനിൽക്കും. അങ്ങനെ നീ കൂട്ടുനിന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം നീയാണ് അതിന് കൂട്ടുനിൽക്കാൻ ഏറ്റവും യോഗ്യ. അവന്റെ വലതു കൈയുടെ ചുണ്ട് വിരൽ മുമ്പ് അവളുടെ മുഖത്ത് നേർക്ക് നിന്നു വിറഞ്ഞു. ശ്രീലേഖ അടിമുടി എത്തിച്ചുവെന്ന് നോക്കിയ ശേഷം ശ്യാംസുന്ദർ തിരിഞ്ഞു നടന്നു.